നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അമേരിക്കയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം എപ്പോഴും വാർത്തകളിൽ നിറയുന്ന സാഹചര്യം ആണ് ഉള്ളത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ട്രംപിനെ സംബന്ധിക്കുന്ന വാർത്തകൾ ഇല്ലാതെ ഒരു ദിവസം പോലും കടന്നു പോകാൻ പറ്റാത്ത പശ്ചാത്തലം ആണ് ഇപ്പോൾ ഉള്ളത്. അത് പല വിഷയങ്ങളെ ചൊല്ലിയാണ്. തുടക്കത്തിൽ അമേരിക്കയിൽ ട്രംപ് തന്നെ നടത്തിയ പരിഷ്കാരങ്ങൾ ആയിരുന്നു പ്രധാനമായും വാർത്തകളിൽ ഇടം നേടിയത്. അതിനുശേഷം ട്രംപ് മറ്റു വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് മറ്റ് ലോകരാഷ്ട്രങ്ങളുമായി ആരംഭിച്ച ട്രേഡ് വാർ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ ഇന്ത്യയും ഭാഗമായി. നിലവിൽ ഇന്ത്യക്കുമേൽ വലിയ നികുതിയാണ് അമേരിക്ക ചുമത്തിയിട്ടുള്ളത്. അമേരിക്ക മറ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് ചുമത്തിയിട്ടുള്ള നികുതി പരിശോധിച്ചാൽ അതിലേറ്റവും കൂടുതൽ നികുതി ചുമത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പക്ഷേ ഇന്ത്യ അമേരിക്കയോട് സഹായം അഭ്യർത്ഥിച്ചേക്കാം, ഈ നികുതി പരിഷ്കാരത്തിൽ നിന്ന് പിന്മാറണം എന്ന് ആവശ്യപ്പെട്ടേക്കാം. അങ്ങനെ അമേരിക്കയ്ക്ക് കൂടുതൽ ഇന്ത്യയെ സ്വന്തം വരുതിയിലേക്ക് വരുത്താൻ സാധിക്കും എന്ന് ട്രംപ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകണം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. പക്ഷേ ഇന്ത്യ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായവും തേടാൻ അമേരിക്കയെ സ്വാധീനിക്കുകയോ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചകൾക്കും ഇന്ത്യ തയ്യാറായിട്ടുമില്ല. ഇതിന് പരിഹാരം എന്ന നിലയിൽ മറ്റ് ലോകരാഷ്ട്രങ്ങളുമായി കൂടുതൽ മികച്ച ഉഭയകക്ഷി ബന്ധത്തിലേക്ക് പോവുകയാണ് ഇന്ത്യ ചെയ്തത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാന ചർച്ചകളുടെ ഭാഗമായിരുന്നു ഡൊണാൾഡ് ട്രംപ്. അത് വിജയിച്ചു എന്ന് വിലയിരുത്താൻ സാധിക്കില്ല. അങ്ങനെയും ട്രംപ് വാർത്തകളിൽ നിറഞ്ഞു. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ചില ഫോർമുലകൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു. ആ ഫോർമുലകൾ എത്രത്തോളം പ്രായോഗികമാണ് എന്നതും നമുക്ക് കണ്ടറിയണം. ഇതിനിടെയായിരുന്നു ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നൽകണം എന്ന ചില ആവശ്യങ്ങളൊക്കെ ഉയർന്നു വന്നത്. അതും പരാജയപ്പെട്ടു. സമാധാന നൊബേൽ പ്രഖ്യാപിച്ചപ്പോൾ ട്രംപിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മധുരോയെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നിറഞ്ഞു നിൽക്കുകയാണ്. സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ട്രംപ് നിക്കോളാസ് മധുരോയെ പിടികൂടി ഇപ്പോൾ വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. അതിനുശേഷം ട്രംപ് ഉന്നമിക്കുന്നത് ഗ്രീൻലാൻഡിൽ ആണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. ഡെൻമാർക്കിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു അർദ്ധഭരണ സംവിധാനം ആണ് ഗ്രീൻലാൻഡിൽ ഉള്ളത്. ഗ്രീൻലാൻഡിനെ കീഴ്പ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ ആണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് വാഷിംഗ്ടൺ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാറ്റോ അംഗരാജ്യമായിട്ടുള്ള ഡെൻമാർക്കിന് പൂർണ്ണമായ പിന്തുണയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്? ഇപ്പോഴിതാ അമേരിക്കയിൽ നിന്ന് തന്നെ ട്രംപിനൊരു പണി വരുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. അക്കാര്യം വ്യക്തമാക്കുന്നത് മറ്റാരുമല്ല, ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. 2026 ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ജയിച്ചില്ല എങ്കിൽ ഡെമോക്രാറ്റുകൾ തന്നെ ഇംപീച്ച് ചെയ്യും എന്ന മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. വാഷിംഗ്ടണിൽ നടന്ന റിപ്പബ്ലിക്കൻ എംപിമാരുടെ യോഗത്തിൽ ആണ് ട്രംപ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മധുരോയെ പിടികൂടിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഡെമോക്രാറ്റുകൾ ട്രംപിനെതിരെ ഇതിനോടകം തന്നെ ഇംപീച്ച്മെന്റ് ആവശ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ട്രംപിനെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ അടിയന്തിരമായി പരിഗണിക്കണം എന്ന് മേരിലാൻഡിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് പാർട്ടി അംഗം ഏപ്രിൽ മക്ലെയിൻ ഡെമോക്രാറ്റിനോട് ആവശ്യപ്പെട്ട സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇംപീച്ച്മെന്റിനെ ഭയപ്പെടുന്നത്. ആ സൂചനയും നൽകിയത്, നിങ്ങൾ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം, വിജയിച്ചില്ല എങ്കിൽ അവർ എന്നെ ഇംപീച്ച് ചെയ്യാൻ ഒരു കാരണം കണ്ടെത്തും എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. ഒപ്പം എല്ലാ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് തൻ്റെ നയങ്ങൾ പ്രചരിപ്പിക്കണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുകൂടിയുണ്ട്. ഇതാണ് ട്രംപ് ഭയക്കുന്നു വരുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിനെ എന്ന വ്യക്തമായ സൂചന നൽകുന്നത്. US ജനപ്രതിനിധി സഭയിൽ 435 സീറ്റുകളിലേക്കും സെനറ്റിലെ 100 സീറ്റുകളിൽ 1/3 സീറ്റുകളിലേക്കുമാണ് ഇടക്കാല തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ വർഷം നവംബറിൽ ആണ് അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തുതന്നെയാണ് എങ്കിലും പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെടാൻ പോകുന്നില്ല. എന്നാൽ ട്രംപിന് തൻ്റെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ വലിയ തിരിച്ചടികൾ ഇനി ഉണ്ടായേക്കാം. നിയമനിർമ്മാണങ്ങൾക്ക് നിർണായകമായിട്ടുള്ള US കോൺഗ്രസിൽ ഡെമോക്രാറ്റുകൾ മേൽക്കൈ നേടിയാൽ ട്രംപിൻ്റെ നീക്കങ്ങൾ പരാജയപ്പെടും. US പ്രതിനിധി സഭയിൽ
നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ഇപ്പോൾ ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഉള്ളത്. ഡെമോക്രാറ്റുകളുടെ നിയന്ത്രണത്തിൽ ഉള്ള കോൺഗ്രസിന് ട്രംപിനെതിരെ ഇംപീച്ച്മെൻറ്റ് നടപടികൾ ആരംഭിക്കാൻ അനായാസം സാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ സ്വന്തം ജനതയ്ക്ക് വിശ്വാസം ഇല്ലാത്ത ആൾ എന്ന വിമർശനം ട്രംപ് നേരിടും. അത് വലിയ നാണക്കേടുമാകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.